Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഈ കാട്കർ മേഡത്തിന് ഇവിടെ എവിടെയെങ്കിലും തന്നെ ആയിരിക്കണമല്ലോ. ബണി, നീ സോഫയിൽ ജ്യൂസ് വീഴ്ത്തിയത് കാരണം മേഡം ആകെ ദേഷ്യത്തിലാണ്. അതെ, ജ്യൂസ് ആ കസേരയിൽ എങ്ങനെ വീഴ്ത്തിയാ മതിയായിരുന്നു. എടാ, ഞാൻ ജ്യൂസ് വീഴ്ത്തിയതല്ല, കുടിക്കുക ചെയ്തേ. താഴെ വീഴ്ത്തി കഴിഞ്ഞ ആരായാലും വഴക്ക് പറയില്ലേ? ഇത് മിസ് കാട്കറിന്റെ വീടാണോ? അതെ, ഇത് തന്നെയാ. മേഡത്തിനോട് ഒരു പാഴ്സൽ ഉണ്ട്. സൂട്ട് കേസോ? അല്ല, ഷോക്കേസാ. നിങ്ങളെന്താ സ്യൂട്ട് കേസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നത്? വളരെ ഭംഗിയുള്ള സൂട്ട്കേസാണ്. ഇത് കാണുമ്പോൾ മേഡത്തിന് സന്തോഷമാവുന്നുള്ളൂ. വാ, ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വരാം. വേണ്ട, ഇത് ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം. വേണ്ട, ഇത് ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം. വേണ്ട, ഞാൻ കൊടുക്കാം. ഇല്ല, ഞാൻ കൊടുത്തോളാം. ഇല്ല, ഞാൻ തന്നെ കൊടുക്കും. ഞാൻ കൊടുക്കും. അയ്യോ അയ്യോ, ഇതുവരെന്താ ചെയ്തേ? നീ ചെയ്തതിന്റെ ബാക്കിയാ ഇവര് ചെയ്തേ. മേഡത്തെ ദേഷ്യം പിടിപ്പിക്കാനുള്ള അടുത്ത കാര്യം. സംശയമുണ്ടോ? എടാ പോപ്പട്ടെ, എനിക്കൊരു തെറ്റ് പറ്റിയതാ, മനസ്സിലായോ? അതിന് ഞങ്ങൾ ഈ സൂട്ട് കേസിന്റെ പിടി അറിഞ്ഞുകൊണ്ടല്ലോ ഓടിച്ചത്, മനസ്സിലായോ? ഒന്ന് നിർത്തടാ മരമാക്രികളെ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുണ്ടാക്കാതെ. ആദ്യം ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നു ചിന്തിക്കേ. മേഡം ഇത് കാണുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഈ സൂട്ട് കേസ് ശരിയാക്കണം. പക്ഷെ നമ്മളെങ്ങനെ ഈ സൂട്ട് കേസ് ശരിയാക്കുന്നത് കൊച്ചലിയാ? ഞാൻ ഉദ്ദേശിച്ചതേ, ഈ സൂട്ട് കേസ് എവിടെയെങ്കിലും കൊണ്ടുപോയി നന്നായി കൊണ്ടുവരണം. നമുക്കിത് മേഡത്തിന്റെ അടുത്തോട്ട് തന്നെ കൊണ്ടുപോകാം. മേഡം വഴക്കൊന്നും പറയില്ല. നമുക്ക് ഇതിനു മുമ്പ് ഇതുപോലുള്ള അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടുള്ളതല്ലേ. അല്ലെങ്കിൽ രാവിലെ തന്നെ ബണ്ണി ജ്യൂസ് വീഴ്ത്തിയതിന്റെ ദേഷ്യത്തിലിരിക്കുക മേഡം. ഇനി ഈ സൂട്ട് കേസിനെ പിടി ഓടിച്ചു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞാ പൊട്ടിത്തെറിക്കും മേഡം. സംശയമുണ്ടോ? അതെ, മേഡത്തിന് കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. കൂടുതൽ ദേഷ്യം ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. എന്നാവാ, നമുക്ക് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി നന്നായി കൊണ്ടുവരാം. ഇത് പൊട്ടിയതാണെന്ന് മേഡം ഒരിക്കലും മനസ്സിലാക്കരുത്. അയ്യോ, ഇതെന്താ? കൊച്ചലിയാ, നീയല്ലേ എന്നോട് പറഞ്ഞത് ഈ സൂട്ട് കേസ് മേഡം ഒരു കാരണവശാലും കാണാൻ പാടില്ലെന്ന്? അതുകൊണ്ടാണോ എടുത്ത് കിടത്തിയിട്ടത്? എടാ, മേഡത്തിന് ആ സൂട്ട് കേസ് കിട്ടിയില്ലെങ്കിൽ മേഡം അതാ കടയിലേക്ക് വിളിച്ചു ചോദിക്കില്ലേ? അതെ, പക്ഷെ അപ്പോഴേക്കും മേഡത്തിന്റെ ദേഷ്യമൊക്കെ ആറി തണുക്കില്ലേ? അത് മേഡത്തിന് മനസ്സിലാവില്ലേ? അയാൾ അത് നമ്മുടെ കയ്യിൽ തന്നിട്ടാ പോയതെന്ന്. സംസാരമൊക്കെ പിന്നീട് മതി. ആദ്യം ആ സൂട്ട് കേസ് ഇങ്ങ് പുറത്തെടുക്ക്, എന്നിട്ട് വേഗം നന്നാക്കി കൊണ്ടുവരാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ബക്കറ്റ് കയറി ഇരുന്നിട്ട് താഴേക്ക് ചെല്ലാം. നിങ്ങൾ ഈ കയറി പിടിച്ചോണം. അയ്യോ, ബണ്ണി! അയ്യോ, ബക്കറ്റ് താഴെ പോയി. ഇനി വേറെ ബക്കറ്റ് കൊണ്ടുവരേണ്ടി വരും. ബണ്ണിയും താഴെ വീണു. ഇനി നമ്മൾ വേറെ ബണ്ണിയെയും കൊണ്ടുവരേണ്ടി വരുമല്ലോ. എടാ മര കഴുതേ, നമുക്ക് കിണറ്റി വീണ ബണ്ണിയെ മതി. എവിടെന്നെങ്കിലും പോയി ബക്കറ്റ് എടുത്തോണ്ട് വാടാ. വേഗം ആവട്ടെ. സംശയമുണ്ടോ? തവളയുടെ കിണറ്റിലേക്ക് അതിക്രമിച്ച് കയറുന്നോ നീ? എടാ വിവരദോഷി, തവളയുടെ കിണറല്ല, കിണറ്റിലെ തവള എന്നാണ് പറയാറ്. അപ്പൊ നീ വിവരം തരാൻ വന്നതാണല്ലേ? ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, ഇരുന്നോട്ടെ. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവര് നിന്നെ കളിയാക്കി ചിരിച്ചെന്ന് വരും കഴുതേ. ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് നീ ഞങ്ങളെ തന്നെ കളിയാക്കുന്നോടാ നീ. കൂട്ടുകാരെ, ദാ ഒരു പൂച്ച വന്നിട്ടുണ്ട്. നാളെ ചിലപ്പോൾ മുഴുവൻ ടീമും വരും. നമുക്ക് ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. എന്നിട്ട് ഇവൻ പുറത്തു പോയി പറയണം, നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോ, പക്ഷേ ആ കിണറ്റിലേക്ക് മാത്രം പോകരുതെന്ന്. ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? ചേട്ടന് ബക്കറ്റ് കുറച്ച് നേരത്തേക്ക് തരാവോ? എന്തോന്ന് ബക്കറ്റോ? തനിക്കെന്താ കണ്ടുകൊണ്ടോ? ഞാൻ കുളിക്കുന്ന കണ്ടില്ലേ?
Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഇപ്പൊ കുളിച്ചില്ലേ? ഇനി ഞാൻ ഈ ബക്കറ്റ് കൊണ്ടുപോയിക്കോട്ടെ. എന്റെ കുളി കഴിഞ്ഞു. ഇനി നിന്നെ ഞാൻ അലക്കി തരാടാ. നിക്കടാടാ. ചേട്ടന്റെ ബക്കറ്റ് വേണമെങ്കിൽ കിണറ്റിൽ നിന്ന് എടുത്തോ. എന്താ ഇത്ര സമയം എടുത്തത്? നീ എന്താ ബക്കറ്റ് ഉണ്ടാക്കുമായിരുന്നോ? അല്ല, ഒരു ചേട്ടൻ കുളിച്ചപ്പോ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാ. എടാ ഒന്ന് വേഗം ആവട്ടെ, ഈ തവളകൾ എന്നെ ആക്രമിക്കുക. വൗ, ദാ നമ്മുടെ സൂട്ട് കേസ് തിരിച്ചു കിട്ടി. എടാടാ ഇനി മണ്ടത്തറൊന്നും കാണിച്ചു വെക്കരുത്. ഓക്കെ കൊച്ചളിയാ. അയ്യോ സൂട്ട് പിടിക്ക്. അയ്യോ ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത്? ഡോക്ടർ ബാലു അതിന്റെ ഹാൻഡിൽ കാണുന്നതിന് മുമ്പ് നമുക്ക് അത് തിരിച്ചു വാങ്ങണം. വേഗം ചെല്ലാം. ഇവിടെ വരൂ, ഇവിടെ വരൂ, എന്നെ വേഗം രക്ഷിക്കൂ. എന്നെ വേഗം രക്ഷിക്കൂ, എനിക്ക് തലകറങ്ങുന്നു. ഈ സൂക്കേസ് എവിടെയെങ്കിലും ചെന്നിടിക്കും. എന്റെ തലച്ചോറിലെ ഓർമ്മകളെല്ലാം പൊടി പൊടിക്കും. ആരെങ്കിലും ശ്രമിച്ചാൽ ഇത് അവിടെ എവിടെയെങ്കിലും നിൽക്കും. ഇവിടെ വരൂ. കേസിന്റെ ഹാൻഡിൽ ഒടിഞ്ഞിരിക്കുകയാണെന്ന് ഭാഗ്യത്തിന് ആ ബാലു ഡോക്ടർക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ അത് ബാലു ഡോക്ടർ മാഡത്തിനോട് തീർച്ചയായും പറയുമായിരുന്നു. നീ പറഞ്ഞത് ശരിയാ, നമ്മളിപ്പോ സേഫ് ആണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് കൊണ്ടുപോയി ശരിയാക്കാം. ഒരെണ്ണത്തിന് തലയൂരി വരുമ്പോഴേക്കും അടുത്ത പണി ഓട്ടോറിക്ഷ പിടിച്ചാലും ഇനി വന്നോളും. സംശയമുണ്ടോ? കണ്ണാ സാർ അങ്ങനെ സൂട്ട്കേസിന്റെ കാര്യം അറിഞ്ഞാ തീർച്ചയായും മേഡത്തിനോട് പറയും. പിന്നെ മേഡത്തിന്റെ വായിന്ന് നമുക്ക് കേൾക്കാം. കണ്ണാ സാർ ഇതുവരെ നമ്മുടെ സൂട്ട് കേസ് കണ്ടിട്ടില്ല. ഞാൻ അടുത്ത് ചെന്നിട്ട് ആ സൂട്ട് കേസ് തള്ളി മാറ്റാം. എല്ലാരും സൂട്ട് കേസിന്റെ മുകളിൽ കയറിയിരിക്കണം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം. ഹായ് കുട്ടികളെ, എല്ലാരും ഉണ്ടല്ലോ. അതെ കൊച്ചളിയാ, ദാ ഈ സൂട്ട് കേസേ. ഇതിന്റെ പുറത്ത് കയറി ഇരിയടാ. വിത്തുകളെല്ലാം ഒരു വിധത്തിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പാകും. എന്റെ സൂട്ട് കേസ് തിരിച്ചതാ, ഇല്ലെങ്കിൽ ബസ് വിട്ടു പോകും. അത് രാവിലെ ഉണരുന്ന കോഴി എന്തിനാണ് കൂവുന്നത്? ഇവന്മാർ എന്തിനാ എന്റെ സൂട്ട് കേസ് കൊണ്ട് പോകുന്നത്? ഈ കണ്ണാ സാർ എന്തിനാണ് നമ്മുടെ പുറകെ വരുന്നത്? അയ്യോ, അതിന്റെ കാര്യം ഞാൻ പറയാൻ വന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ സൂട്ട് കേസ് എടുത്തോണ്ട് വന്നത്. പണി നിക്ക്, നമുക്ക് നമ്മുടെ സൂട്ട് കേസ് വാങ്ങിച്ചെടുക്കണം. സംശയമുണ്ടോ? പെട്ടെന്ന് നിർത്താൻ വേണ്ടി ഇതിൽ ബ്രേക്ക് ഒന്നും ഇല്ലടേ. ഈ കയറ് പിടിക്ക്, എന്നിട്ട് കാല് ബ്രേക്ക് ആക്കി മാറ്റ്. സ്ത്രീകൾ സീരിയൽ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. എന്റെ സൂട്ട് കേസ് കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഓടിയത്? ഞങ്ങൾ വിചാരിച്ചത് അത് ഞങ്ങളുടെ സൂട്ട് കേസ് ആണെന്ന്. അതിപ്പോ നിങ്ങളുടേതായിരുന്നെങ്കിലും ഇങ്ങനെ ഓടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഏയ്, അത് ലേറ്റ് ആയത് കൊണ്ടാ. ഈ സൂക്കേസ് മേഡത്തിന്റെ മമ്മിക്ക് കൊണ്ട് കൊടുക്കണമായിരുന്നു. ദേ നോക്കിയേ, മേഡത്തിന്റെ മമ്മിയുടെ വീട്. എന്റെ അച്ഛന് കഴിഞ്ഞ മാസം 60 വയസ്സായി. നിങ്ങൾ കാരണം എന്റെ ബസ് മിസ്സായി. കൊച്ചളിയാ, നീ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതുകൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ടത്. മാത്രമല്ല ഇത് ഒളിപ്പിക്കാനുള്ള സ്ഥലവും കണ്ടെത്തി. സ്യൂട്ട് കേസ് ആദ്യം നമുക്ക് നന്നാക്കണം. ഇപ്പൊ ഒളിപ്പിക്കേണ്ട ആവശ്യമില്ല. സംശയമുണ്ടോ? അതെനിക്കറിയാം, പക്ഷെ ഇതുമായി കറങ്ങി നടന്ന പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് തൽക്കാലം നമുക്ക് മമ്മിയുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് നന്നാക്കാനുള്ള ആളിനെ വിളിച്ചോണ്ട് വരാം. ഗുഡ് ഐഡിയ. ആ ആ ചിണ്ടുമോനെ നീയായിരുന്നു. ബണിയ,
ബണിയാണ് ഞാൻ. മമ്മിയുടെ കണ്ണട വീണ്ടും കാണാതായി. സംശയമുണ്ടോ? കണ്ണട ഇല്ലഞ്ഞിട്ട് ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ലേ തോത്താറാമേ. മക്കളകത്തേക്ക് വാ. അതിലിപ്പോ ഇത്ര ടെൻഷൻ അടിക്കാൻ എന്താ ഉള്ളത്? എനിക്ക് എന്താ എന്റെ മമ്മിയുടെ വീട്ടിൽ വരാൻ പാടില്ല. അയ്യോ മോളെ, നീ ആയിരുന്നോ ഇത്? ഞാൻ ഇത്രയും നേരം വിചാരിച്ചിരുന്നത് അയൽപക്കത്തെ ശർമ്മ സാറിന്റെ ഏറ്റവും ഇളയ മോളാണെന്നാ. ഓ, അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? അമ്മ എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ കണ്ണട എടുത്തു വെക്കണം. അത് ശരി, സ്യൂട്ട് കേസ് വന്നോ? മമ്മി, അതെന്താന്ന് വെച്ചാലേ വല്യമ്മയുടെ വീട്ടിൽ കൊണ്ടുപോകാൻ അമ്മയ്ക്ക് ഒരു സ്യൂട്ട് കേസ് ഞാൻ പറഞ്ഞിരുന്നു. ഓഹോ, എന്തായാലും ഈ സ്യൂട്ട് കേസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നന്നായി. ശരി, എങ്ങ തന്നെ. ഓഹോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ ഇല്ല, മാത്രമല്ല സ്യൂട്ട് കേസിന്റെ ഹാൻഡിൽ ഒന്നും പറ്റിയിട്ടോ ഇല്ല. എന്താ? ഒന്നുമില്ല. മേഡത്തിന് അല്ലെങ്കിലേ അറിയാവുന്നല്ലേ, ഇവൻ വാ തുറന്ന മണ്ടത്തരം മാത്രമേ പറയുള്ളൂ. സംശയമുണ്ടോ? എന്റെ പോപ്പട്ടെ, ഈ പ്രശ്നം ഞാൻ ബുദ്ധി ഉപയോഗിച്ച കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഇത്രയും നേരിട്ട് മേഡത്തിനോട് പറഞ്ഞില്ലല്ലോ. അതായത് നമ്മളാണ് ഈ സൂട്ട് കേസിന്റെ ഹാൻഡിൽ ഒടിച്ചെന്നുള്ള കാര്യം. സോറി മാഡം. അതായത് ഈ സൂട്ട് കേസ് മാഡത്തിന് കൊണ്ടുതരാനായിട്ട് വീട്ടിലേക്ക് വരുവായിരുന്നു. വലിച്ചു കൊണ്ടുവരുന്നതിനിടയ്ക്ക് ഒടിഞ്ഞു പോയി. സംശയമുണ്ടോ? മാഡം, ഞങ്ങളായിട്ട് മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. അതെ, ഞങ്ങൾ ഈ സൂട്ട് കേസ് നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. ഓഹോ, എന്റെ കുട്ടികളെ, ഇതിലിപ്പോ പേടിക്കാൻ എന്ത് കാര്യാണുള്ളത്? സാധനങ്ങളാവുമ്പോ ഒടിക്കുന്നൊക്കെ ഹാൻഡിലല്ലേ, അത് നന്നാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് നന്നാക്കിയെടുക്കാം, കുഴപ്പമില്ല. ഇല്ലില്ല, മറിച്ച് എനിക്ക് സന്തോഷമുള്ളൂ. കാരണം നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞല്ലോ. മാത്രല്ല, സ്യൂട്ട് കേസിന്റെ ഒടിഞ്ഞ ഹാൻഡിൽ റെഡിയാക്കാനും ശ്രമം നടത്തി. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കെല്ലാം മനസ്സിലായി മാഡം. തെറ്റ് പറ്റിക്കഴിഞ്ഞാല് അത് തുറന്നു പറയാനുള്ള മനസ്സ് കാണിക്കണം. അതായത് ഇപ്പൊ മമ്മിയുടെ കണ്ണട എന്റെ കാലുകൊണ്ട് അറിയാതെ ചവിട്ടിയപ്പോ പൊട്ടിപ്പോയി. ഇപ്പൊ ഞാൻ ആ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് മാഡം എന്നെ വഴക്ക് പറയില്ലല്ലോ, അല്ലേ? അല്ലേ മാഡം? ഹണി, എന്റെ പച്ചി, മാഡത്തിന് ദേഷ്യം വന്നു. അയ്യോ, ഓഹോ, സ്യൂട്ട് കേസിന്റെ ഹാൻഡിൽ പോലെയാണ് കണ്ണട. നീ മമ്മിയുടെ കണ്ണട നശിപ്പിച്ചോ? അല്ല മക്കളെ, ഈ തക്കാളി പെട്ടി ആരാ ഇവിടെ കൊണ്ടുവച്ചേ? ഓഹോ,